വയറ് തട്ടി തട്ടി എന്റെ വയറ് വേദന എടുത്തിട്ട് വയ്യ. അമ്മേ അമ്മേ, ഈ ഏരിയയിൽ എല്ലായിടും കറണ്ട് ഉണ്ട്, ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ കുഴപ്പം. എന്താടി? ആറടി പൊക്കമുള്ള നമ്മുടെ അച്ഛനുള്ളപ്പോ പിന്നെ എന്തിനാ ഈ തോട്ടി? അച്ഛനെ തോട്ടിയാക്കലടി കുരിപ്പേ. അമ്മേ, ഈ പൈപ്പിൽ വെള്ളമില്ല, ആ മോട്ടർ ഒന്നിട്ടെ. അതിനിവിടെ കറണ്ട് ഇല്ലടി കുരിപ്പേ. അല്ല, അമ്മ പറയുന്ന പോലെ പറഞ്ഞു നോക്കിയതാ. അച്ചു, നീ ആ കുളത്തിൽ പോയി മുങ്ങടി. പിന്നെ ആ പോത്തിനെ കുളിപ്പിക്കണ കുളത്തിൽ അതിനെ പട്ടി പോയി കുളിക്കും. നീ പോയി ആ കിണറിൽ നിന്ന് വെള്ളം കോരി അവക്ക് കൊടുത്ത്. ഹായ് ഗൈസ്, വെൽക്കം ടു ബാക്ക് മൈ ചാനൽ. ഭൂമിയുടെ ഭൂഗർഭാറയിൽ നിന്നും വൈദ്യുതി കണ്ടെത്താനുള്ള ഒരു ഗൃഹനാഥന്റെ അക്ഷീണ പ്രയത്നമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് എന്റെ വ്ലോഗ് ചെയ്യുന്നുണ്ട്. കൈയും കഴുകിട്ടോ അങ്ങോട്ട് വാ, തീറ്റയ്ക്കായിട്ട്. അവിടെ കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല. മിക്സിയിൽ എങ്ങനെ ഇട്ട് അരയ്ക്കും? കുറെ തുണികൾ വാഷിംഗ് മെഷീൻ കിടപ്പുണ്ട്, ചീഞ്ഞളിഞ്ഞ്. ഇതൊന്നും കാണണ്ടല്ല. ഒരു വീട്ടമ്മയുടെ രോദനങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഈ എപ്പിസോഡിൽ കറണ്ട് ഇല്ലാത്തത് മൂലം ഒരു വീട്ടമ്മ കഷ്ടപ്പെടുന്നതാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നുണ്ടോ മനുഷ്യ? അവളെന്റെ വീക്ക്നെസ്സിൽ കയറിയാണല്ലോ പിടിച്ചത്. വേറെ എന്തില്ലെങ്കിലും ഞാൻ സഹിക്കും, പക്ഷെ ഭക്ഷണം ഇല്ലെങ്കിലല്ല ഞാൻ ചത്തുകളയും. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ശരിയാക്കി തരാം. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഇപ്പൊ ശരിയാക്കി തരാം മോളെ. ഇത് വെറും ചീള് കേസ്. ഇത് ഒരു പക്ഷെ നമ്മുടെ മോട്ടറിലെ വയറും ഷോർട്ട് ആയതായിരിക്കും. ഇന്നാണ് ഇതുപോലെ സംഭവിച്ചപ്പോ നമ്മൾ ശരിയാക്കിയതല്ലേ. ഒന്ന് പോയി വേഗം നോക്ക് മനുഷ്യ. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് വെറും നിസ്സാരം. ഒരു വയറിന്റെ കണക്ട് ചെയ്ത കാര്യമല്ല. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് കാഴ്ചയ്ക്ക് മൂത്രപ്പെരയാണെന്ന് തോന്നുമെങ്കിലും അതൊരു മോട്ടോർ പെരയാണ്. ഗൃഹനാഥൻ ഒരു പരീക്ഷണത്തിന് മുതിരുകയാണ്. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവൂല. ഹായ്, കറണ്ട് വന്നു. അളിയൻ ഷോക്ക് അടിച്ച് വീടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്ന് പിടിക്കണേ കൊണ്ടുവരത്തില്. അല്ലെങ്കിൽ അളിയനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കുറവുണ്ടായിരുന്നു. ഇപ്പൊ ബോധം വന്ന് കാണും. നിങ്ങൾക്ക് ഇതല്ല മനുഷ്യ, ഇതിനപ്പുറം വേണം കിട്ടാനുള്ളത്. കുറെ നാളുകൊണ്ട് ഞാൻ ഓങ്ങി വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് ആ അവസരം കിട്ടിയത്. അപ്പൊ നീ അവസരം മുതലാക്കണല്ലേ? അല്ല, അവസരം ഉപയോഗിക്കുകയാണ്. ഹായ് ഗൈസ്, ഷോക്കേറ്റ് വീണാൽ ചെയ്യേണ്ട പ്രാഥമിക ചികിത്സയെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് വീണ ഹതഭാഗ്യവാനായ ഭർത്താവിനെ സഹധർമ്മിണി കുഴമ്പിട്ട് ചവിട്ടി തിരുമുന്ന മർമ്മ ചികിത്സയാണ് ഈ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ആദ്യം എഴുന്നേറ്റിരിക്കാൻ നോക്കൂ, എന്നിട്ട് ചവിട്ടി. ഒന്ന് ഇറങ്ങി കിടക്കും മനുഷ്യ, ചവിട്ടാൻ പോകുന്നു. എന്തൊരു ചവിട്ടടി ഇത്! ഒന്ന് പതുക്കെ ചവിട്ടടി. ഇവിടെ ചവിട്ടി കൊല്ലാൻ പോണ. 16 വയസ്സായ എന്നെ 16 വയസ്സിന് മൂത്ത നിങ്ങള് പ്രായവ്യത്യാസം മറച്ചു വെച്ചിട്ട് എന്നെ വന്ന് കെട്ടി. എന്റെ ജീവിതമേ നശിപ്പിച്ചു. എന്റെ പൊന്നു മോളെ, ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞേക്കണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ആ മൂന്നാക്കാരൻ പറ്റിച്ച പണിയല്ലേ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല മോളെ. തുടങ്ങി രണ്ടും കൂടി. അവളുടെ ഒരു 16, അതിന്റെ ഒരു 32.
രണ്ടിന് പൈസ എന്നിട്ട് മുടി കറുപ്പിച്ചിട്ട് വെച്ച് നടക്കാണ് ഇങ്ങനെ. ഓ ഇവിടെ ബാക്കിയുള്ള പേര നിറഞ്ഞ് കഞ്ഞകനായിട്ട് നിൽക്കണ ആർക്കും ഒരു വിഷമമില്ല. ഓ ഡാ അതെ, ആ മൊബൈലിൽ ഉടായിപ്പോക്കെ നിർത്തിയിട്ട് വല്ല പണിക്ക് പോകാൻ നോക്ക്. അപ്പൊ നിനക്ക് പെണ്ണ് കിട്ടും. ആ അല്ലെങ്കിൽ എന്റെ അനി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പിടിക്കൂലല്ലോ. എന്നെ വെറും കറവ പശുവാക്കി ജീവിതകാലം മുഴുവൻ നിർത്താനാണ് ഏത് ഉദ്ദേശം? നീ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കൂടെ നിൽക്കണ മറിക്കല്ലേ കോടികള്. ആ, പിന്നെ ആകെപ്പാടെ ഒരു 10-26 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നിട്ടാണ് 76 അല്ല 78, അതിപ്പോ 84ആയി. ഓ വലിയ കാര്യമായി പോയി. 84 ഇത്രയും കാലത്തിനിടക്ക് 84 സബ്സ്ക്രൈബേഴ്സ്. ഈ അട്ടനെയും ഓച്ചിനെയും പൂച്ചനെയൊക്കെ കാണിച്ചുകൊണ്ട് നീ ഇത്രയും ആളുകളൊക്കെ പറ്റിച്ചെടുത്തല്ല, സമ്മതിച്ചു തന്നെ. അട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞാൻ അട്ടയുടെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടില്ല. വേഗം ചെല്ല്, കുറച്ചു പേരെ കൂടി കിട്ടും. അയ്യോ ഇവിടെ പോയി എന്റെ പുറത്ത് ചവിട്ട് നാടകം നടത്തണ. ഓ ഒരു ചാർജർ. പേടിപ്പിച്ച് കളഞ്ഞില്ല പൊണ്ടാരം. ഞാൻ ഇവിടെ കുത്തിട്ടിരുന്ന എന്റെ ഫോൺ എവിടെ? അതാ കിടക്കുന്നു. ആഹാ, എനിക്ക് ഓൺലൈൻ ക്ലാസ്സിന് വരാനുണ്ട്. നീ ഫോൺ എടുത്ത് മാറ്റിയാലോ? അപ്പൊ എനിക്ക് ടോപ്പ് തേക്കണ്ടേ? അത് അപ്പുറത്തെ കൊണ്ട് തേക്കണം. ഞാനില്ലേ ഇവിടെ സ്ഥിരമായിട്ട് തേക്കുന്നേ. ആഹാ, നിന്റെ ഒരു തേപ്പ് ഞാൻ കാണിച്ചു തരാട്ടാ. എന്താണ് ഇത് കാണുന്നത്? തിരിച്ചടിക്കണം. ഓടി വന്നേ. ഷോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഫ്യൂസ് ശരിയല്ല. വീട്ടിലെ ഫ്യൂസ് ശരിയല്ലെങ്കിൽ എല്ലാവർക്കും ഫ്യൂസ് പോകും. നീ ഇവിടെ നിന്ന് കഥാപ്രസംഗം അടിക്കാൻ പോയി നോക്കിയിട്ട് വേണം. മോളെ മോളെ അയ്യോ. ഫ്യൂസ് പോയിട്ടില്ല. മോളെ വെള്ളോ? മോളെ നോക്കിക്കോ. അമ്മ വെള്ളം എടുത്തിട്ട് വരാം. ആ വെറുതെ വയറിളകി കിടക്കാണ്. അയ്യോ ഈ വീട്ടില് എന്തോ കുഴപ്പമുണ്ട്. നീ ഉണ്ടാക്കണ മൊത്തം കുഴപ്പമുള്ളൂ. എന്റെ അളിയ മൊത്തം ലൂസ് കോണ്ടാക്ട് ആണ്. ഈ നശിച്ച വീട്ടിൽ നിന്ന് എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോടാ. ആര് ചെല്ലുന്നിടം പാതാളം എന്നൊരു ചൊല്ലട്ടടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ ഇവിടെ എന്തോ കുഴപ്പമുണ്ടത്. അച്ചു ആരോ വന്നിട്ടുണ്ട്, പോയി നോക്ക്. ഞാൻ എണ്ണ പറ്റിക്കല്ലേ. അതെ അതെ, ഒരു മിനിറ്റ്. പലിശ കൊണ്ടാരെങ്കിലും വന്നേക്കണമെങ്കിലേ അവിടെ നിൽക്കാൻ പറ, അല്ലെങ്കിൽ കുളിച്ചിട്ട് വരുമെന്ന് പറ. അത് പാടില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണോടി. കിടക്കയിലെങ്കിലും എന്നെ നല്ല വാക്ക് പറ. പറയാ. ഓ എനിക്ക് കരണ്ടടിച്ചപ്പോ നീ എന്നെ ചവിട്ടി തരുമ്പോ എന്നെ നടുകേടാക്കിയതല്ലേ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അനുഭവിക്കടി ചക്കരേ പൊന്നെ പോരെ നല്ല വാക്ക്. എന്താണ് ഇത് കരണ്ടില്ല? കാറ്റടിച്ച കരണ്ട് പോണ, കരണ്ട് ഉണ്ടാകാത്ത ഈ വീട്ടില് 8432 രൂപയുടെ കരണ്ട് ബില്ല. ദൈവമേ, ഇതിൽ നിന്നാണ് ഇത് കരണ്ട് അടിച്ച് ചാകണായിരുന്നു.